മാമ്പറ ശ്രേഷ്ഠ സേവാ പുരസ്കാരം സമ്മാനിച്ചു. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാമ്പറ ശ്രേഷ്ഠ സേവാ പുരസ്കാരം ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ എൻ അനിൽകുമാറിന് സമ്മാനിച്ചു. മരുതൂർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തിന്റെ ഭാഗമായി മാമ്പറ കുടുംബാംഗങ്ങളാണ് പുരസ്കാരം നൽകിയത്. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി എസ് സാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. ശ്രേഷ്ഠ സേവ പുരസ്കാരം, ആ ഒരു പുരസ്കാരത്തെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ലായിരുന്നു. പിന്നീടാണ് അതിന്റെ ഒരു ഇന്റൻസിറ്റി, ആ ഒരു ശ്രേഷ്ഠത. കാരണം സ്വന്തം നാടിന്റെ ആദരവ് അത് എവിടെ പോയാലും കിട്ടാത്ത ഒരു ആദരവാണ്. കാരണം നാടും നാട്ടുകാരും നാടിന്റെ തുടിപ്പുകളും സൗന്ദര്യവും സംരക്ഷണവും ഒക്കെ കിട്ടിയ ഈ നാട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ നിരവധി പ്രതിഭകൾ വന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ശാസ്ത്ര ഗവേഷകരുടെയും സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരുടെയും വലിയ എഴുത്തുകാരുടെയും ഒക്കെ കഴിഞ്ഞ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലൊക്കെ കരുനാഗപ്പള്ളിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഭരണതലത്തിലുമൊക്കെ തന്നെ മികവ് പുലർത്തുന്ന നിരവധി പേർ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാലും നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരിൽ പലപ്പോഴും കരുനാഗപ്പള്ളിക്കാരുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ കരുത്ത്. എവിടെ പോയാലും കുറച്ച് കരുനാഗപ്പള്ളിക്കാർ. സാംസ്കാരിക സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്നും ഔദ്യോഗിക തലത്തിൽ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളായി നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന രണ്ടുപേരാണ്. അത് മാത്രമല്ല, ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി നാട്ടുകാർ നൽകുന്ന ഒരു പുരസ്കാരം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചും സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനപ്പുറവുമാണ് അവരുടെ ഹൃദയത്തിൽ മനസ്സിൽ എന്ന് ഞാൻ വായിച്ചെടുക്കുകയാണ്. ഈ രണ്ടുപേരും ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. സംവിധായകൻ രാജസേനൻ പുരസ്കാരം സമ്മാനിച്ചു. 20 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെയും എന്നെ കണ്ടുമുട്ടി. ഡാനിയൽ എന്ന് പറയുന്ന ഒരു 20 വർഷം മുമ്പ് കാണാതെ പോയതാ, ഇപ്പൊ തിരിച്ചു കിട്ടി ഇന്നോടെ വെച്ച്. അങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കളുള്ളൊരു നാടാണ്. മതസൗഹാർദ്ദവും രാഷ്ട്രീയ സൗഹാർദ്ദവും അത്യപൂർവമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട് കൂടിയാണ്. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. രാജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാറിനെ ഈ അവാർഡ് നൽകി ആദരിക്കുമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഏറെ സന്തോഷം. അദ്ദേഹത്തിനേക്കാൾ ജന്മനാടിൻ്റെ അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം മറുപടിപ്പിക്കുന്ന എൻ്റെ ജന്മനാടിൽ എനിക്ക് കിട്ടിയിരുന്ന ആദരവ് ഏറ്റവും മഹത്തരമാണ്. ഇത്രയും വർഷത്തെ ജീവിതം എനിക്ക് സഫലമായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഫേസ്ബുക്ക്. അനിൽകുമാറിനാണ് എന്ന് പറഞ്ഞത്. ഏകദേശം 200 വർഷത്തോളം ക്ഷേത്ര പഴക്കമുള്ള നമ്മുടെ ക്ഷേത്ര മൈതാനത്ത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ കൂടുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും അതോടൊപ്പം തന്നെ പ്രദേശത്തെ ആൾക്കാരുടെ ഒത്തൊരുമയുണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നഗരസഭാംഗം റെജി ഫോട്ടോ പാർക്ക്, സജീവ് മാമ്പറ, സതീഷ് തേവനത്ത്, ഉണ്ണികൃഷ്ണൻ മാമ്പറ, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ സുരേഷ് വിശാഖം, N പൊന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുനാഗപ്പള്ളി